ഹായ് ഫ്രണ്ട്സ്, ഷാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാൻചോ കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ട ഒട്ടും തണുപ്പില്ലാത്തത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത്. പൊടിക്കാത്തത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പൊടിച്ചത് എടുക്കുന്നതാണ് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലത്. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോയിൽ വാൻചോ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്യുന്നതും ഗനാഷ് ചെയ്യുന്നതും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്താൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോവുകയുള്ളൂ. ഇതുപോലെ വൈറ്റ് കളറായിട്ട് വരണം നമ്മുടെ ഈ മുട്ട ബീറ്റ് ചെയ്യുന്നത്. നല്ല ക്രീമി പോലെ ആയി വരണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. മുട്ട ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഓവൻ സെറ്റപ്പ് റെഡിയാക്കാൻ വെക്കണം. നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് മൈദയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരിച്ചെടുത്ത മൈദപ്പൊടിയാണ്. ഇത് കുറച്ചായിട്ട് ചേർത്താണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ബീറ്റ് ചെയ്തല്ല, മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് പൊങ്ങി വരില്ല, മുട്ടയെല്ലാം താന്നു പോകും, നല്ല ഫ്ലഫി ആയിട്ട് കേക്ക് കിട്ടില്ല. അതുകൊണ്ട് പതിയെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ 2 or 3 തവണയായിട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ലതായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും കേക്ക്. എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ മുട്ടയിൽ ഒട്ടും തന്നെ ഈർപ്പമില്ലാതെ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് പുറത്ത് വെച്ചതിന് ശേഷം തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കുക. പിന്നെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര ഒന്നും അലിയാതിരിക്കാൻ പാടില്ല. പഞ്ചസാര നന്നായിട്ട് ബീറ്റായി കിട്ടണം, ഇല്ലെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ മാവ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്പാച്ചില കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അതും കൂടെ ഉടഞ്ഞു കിട്ടാനായിട്ടാണ്. എല്ലാം പതിയെ സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരുപാട് നമ്മുടെ സൈഡിലൊക്കെ ആയ കേക്ക് മൊരിഞ്ഞു കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഈ കേക്ക് ചെയ്യാനായിട്ട് വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും ആവശ്യമാണ്. ഓരോ ലെയർ, ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച്, അത് കഴിഞ്ഞ് വാനില സ്പഞ്ച്, അങ്ങനെ വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ വാനില സ്പഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ചോക്ലേറ്റ് സ്പഞ്ച് കൂടി ചെയ്തെടുക്കാനുണ്ട്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ഞാൻ എല്ലാ ദിവസവും വീഡിയോ 11:30-ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. കേക്കെല്ലാം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഹോൾസ് ഒക്കെ കേക്കിൽ എയർ ബബിൾസ് ഒക്കെ വരും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വേണം വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മുട്ട ബീറ്റ് ചെയ്തിട്ട് മാവ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1/4 കപ്പ് വേണമെങ്കിൽ. ഞാൻ അതൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേക്ക്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതിനായിട്ട് നമുക്ക് നല്ല ക്ലീനായിട്ടുള്ള ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വാനില സ്പഞ്ച് ചെയ്തതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് മൈദാമാവ് എടുക്കുന്ന ആ ഒരു അളവ് കപ്പിൽ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി നമുക്ക് മൈദയും ഫില്ല് ചെയ്ത് കൊടുക്കാം.
1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൈദയുമാണ്. ഇതുപോലെ ചെയ്ത് നല്ല ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ചായിട്ട് കേക്കിൽ ചേർത്ത് നമ്മൾ വാനില ചെയ്തെടുത്തതുപോലെ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദപ്പൊടിയും കൊക്കോ പൗഡറും ഒക്കെ നല്ല അരിച്ച് മാറ്റി വെച്ച കൊക്കോ പൗഡറൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരിയും 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കേക്കിന് കുറച്ചുകൂടി ഒരു കളർ വരാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. കൊക്കോ പൗഡറും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചിന് ഇതൊന്ന് ചെയ്ത് കൊടുക്കണം. വാനില സ്പഞ്ചിന് ഇതൊന്നും ആവശ്യമില്ല. ഇനി ഇതും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ചെയ്തെടുക്കുന്നതിനെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. വയ്ക്കുന്നതിന് മുന്നേയായിട്ട് 10 മിനിറ്റ് ഒന്ന് ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്കൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. കേക്ക് നല്ല ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. 2 കേക്കും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് 2 ലെയറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇനി ഇതുപോലെ ലെയറെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ ക്ലിയർ ആയിട്ട്. എന്നാലും കുറച്ചൊക്കെ സ്പീഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. വാനില സ്പഞ്ചും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് പറയുന്നത് ഗനാഷാണ്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇത്രയും അളവിലാണ്, 2 കഷ്ണം വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടാനായിട്ട് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്താൽ മതി. വിപ്പിംഗ് ക്രീം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലല്ല ഞാൻ ചെയ്യുന്നത്, അല്ലാതെ തന്നെ അടുപ്പത്തേക്ക് വെച്ചെടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപാട് സമയമൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സാധാരണ ഡബിൾ ബോയിലിങ്ങിലാണ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഇത് ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് അതുപോലെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണോ മെൽറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി. വൈറ്റ് ചോക്ലേറ്റിന് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ കുറച്ചുകൂടി 1/4 കപ്പിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് കൂടുതലായിട്ട് എടുക്കണം. അത് കുറച്ച് തിക്കായിട്ട് വന്നു ഞാൻ ചെയ്തെടുത്തപ്പോഴത്തേക്കും. ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒരു കപ്പിലേക്ക് മാറ്റാം. എളുപ്പത്തിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കപ്പിൽ. അപ്പോൾ വേറെ എല്ലാ പാത്രവും എടുത്ത് നിരത്തണ്ടല്ലോ, ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് കപ്പ് എടുത്തത്. 2 ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഫസ്റ്റ് സ്പീഡിൽ, പിന്നെ ഒരു 2 മിനിറ്റിന് ശേഷം സെക്കൻഡ് സ്പീഡിൽ, പിന്നെ 1 മിനിറ്റിന് ശേഷം തേർഡ് സ്പീഡിലും ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് നമ്മൾ ബീറ്ററിലോ ബൗളിലോ ഒന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടില്ല. നല്ലതായിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ വന്നിട്ടുണ്ട്. ഇത് ബീറ്റായെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി ഇത് ഐസ്
ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് കേക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയാണ് ഞാൻ ഇതിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് പൈപ്പിംഗ് ബാഗിൽ എടുക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് അറിഞ്ഞിടാത്തവരാണെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി സിമ്പിളായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഷ് വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. വാഞ്ചോ കേക്കിന് ഇങ്ങനെ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് വാനില സ്പഞ്ച് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലും ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ബാക്കി ലെയറും കൂടി ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച്, അത് കഴിഞ്ഞിട്ട് വാനില സ്പഞ്ചും അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയറിൽ മുകൾ ഭാഗം കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടില്ല. ഇനി ഇതിന് മുകളിലായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പ് ആയതിനു ശേഷം ഐസിങ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടി പൈപ്പിംഗ് ബാഗിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. എല്ലാ ഭാഗത്തും ക്രീമും ഒരുപോലെ കിട്ടും. അതിനു വേണ്ടിയാണ് പൈപ്പിംഗ് ബാഗിൽ ഇവിടെ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കുന്നത്. ക്രീം എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയാക്കി ഷാർപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ വലിയൊരു സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് ചെയ്യണം, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. കേക്കെല്ലാം ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് കുറച്ചൊന്ന് തിക്കായിപ്പോയി. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് കൂടുതൽ എടുത്ത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. 1/4 കപ്പ് എന്നുള്ളത് കുറച്ചുകൂടി എടുത്താൽ മതിയാവും. ബാക്കി ഇരുന്ന ചോക്ലേറ്റും കൂടി ഇനി മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് പേര് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കേക്കാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ് പേര് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ഒരു ഡിസൈൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കേക്കിന് ലുക്ക് കിട്ടും. കേക്കിന് മുകളിലും ഇതുപോലെ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.